മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ കാര്യമായിട്ടൊന്നും അപ്ലോഡ് ചെയ്യാറില്ല. അതിന് പ്രധാന കാരണം വടക്കൻ കേരളത്തിലേക്കുള്ള യാത്ര, അതിനിടയ്ക്ക് കേരളത്തിന് പുറത്തേക്കുള്ള യാത്ര, ഇതെല്ലാമായിരുന്നു. വടക്കൻ കേരളത്തിലേക്കുള്ള യാത്ര വളരെ വളരെ പ്രത്യേകത നിറഞ്ഞതായിരുന്നു. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലേക്കും മംഗലാപുരത്തേക്കുമുള്ള യാത്ര. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഓരോ ജില്ലയിലും കേരളത്തിന് പുറത്തും യാത്ര ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ കാരണം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തികൾ, അത് രാഷ്ട്രീയക്കാരായാലും സാമുദായിക സംഘടനകളായാലും ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ആയാലും, അതുപോലെ തന്നെ NGOകളായാലും, അവരെല്ലാം ചെയ്യുന്ന പ്രവൃത്തികൾ സമൂഹത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും അതിൻ്റെ നന്മ നിറഞ്ഞ വശങ്ങളും തിന്മ നിറഞ്ഞ വശങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വീക്ഷണത്തിലൂടെ എന്താണെന്നും അറിയിക്കാൻ വേണ്ടിയാണ് ഈ യാത്രകളുടെ കാര്യം ഇതേപോലെ സമർപ്പിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലേക്ക് പോകും വളരെയേറെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളെ ക്ലാസ് സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ? പ്രധാനമായിട്ടും അങ്ങനെ ഒരു ധാരണയുണ്ടാവാൻ കാരണം, ഒന്ന്, കണ്ണൂരിനേക്കാൾ ഇടതുപക്ഷത്തിന് വളരെയേറെ സ്വാധീനമുള്ള സ്ഥലമാണ് കാസർഗോഡ് എന്ന് കേട്ടിട്ടുണ്ട്. അതേപോലെ ധാരാളം മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ധാരാളം സ്ഥലങ്ങളുള്ള സ്ഥലമാണ്, ജില്ലയാണ് കാസർഗോഡ് എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന് പ്രത്യേകിച്ച് അവിടെ കോർഡിനേറ്റേഴ്സ് ആരുമില്ല. അപ്പം അവിടെ ചെന്ന് നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ പ്രഭാഷണങ്ങളിൽ പങ്കെടുക്കുകയോ ക്ഷേത്രങ്ങളിലോ സംഘടനകളിലോ കോളേജുകളിലോ സ്ഥാപനങ്ങളിലോ ക്ലാസ് എടുക്കുകയോ എല്ലാം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണം എപ്രകാരമാണെന്ന് ഒരു തരത്തിലും നമുക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കില്ല. പക്ഷേ ഫിൻലാൻഡിലെ ഒരു മനോജ് എന്ന് പറയുന്ന നല്ലൊരു വ്യക്തി, അതേപോലെ തന്നെ ഒരു സ്കൂൾ അധ്യാപകൻ ശ്രീകാന്ത്, അങ്ങനെ കുറേ പേരുടെ അവരുടെ കുടുംബാംഗങ്ങൾ, ഇവരുടെ രണ്ടുപേരുടെയും കുടുംബാംഗങ്ങൾ, അവരുടെ കോർഡിനേറ്റർഷിപ്പിലാണ് യഥാർത്ഥത്തിൽ നീലേശ്വരത്ത് ആ സമീപ പ്രദേശങ്ങളിലെല്ലാം പ്രഭാഷണങ്ങൾ നടന്നത്. 7-8 പ്രഭാഷണങ്ങൾ നടന്നു. ആ പ്രഭാഷണങ്ങൾ ഒന്ന് വിവരിക്കണമെങ്കിൽ പരിമിതമായ അക്ഷരങ്ങളുള്ള പരിമിതമായ ഭാഷ കൊണ്ട് വിവരിക്കാൻ സാധ്യമല്ലെന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. ഒരു സ്ഥലത്ത്, ശാസ്താംപാറ ക്ഷേത്രം എന്ന സ്ഥലത്ത് തന്നെ രാവിലെ വർക്കിംഗ് ഡേയിൽ ക്ലാസ് ഉണ്ടായിരുന്നു, ബുധനാഴ്ച. അത് കേൾക്കാൻ ഏതാണ്ട് ഒരു 1000-ഓളം പേര്, നല്ല യുവാക്കള് ശ്രദ്ധയോടുകൂടി ഇരുന്നിരുന്നു. 9 മണിക്ക് ക്ലാസ് തുടങ്ങി 12:30 തീരുമ്പോഴും അതേപോലെ ഞാനവിടെ പറയുകയുണ്ടായി, മോഹൻലാലിന്റെ വിയറ്റ്നാം കോളനി സിനിമ കാണുന്ന മാതിരി ആകാംക്ഷയോടുകൂടി പഠിക്കാൻ, വെറുതെ കണ്ടു രസിക്കാനല്ല അവർ വന്നിരുന്നു. അതേ അമ്പലത്തിലുള്ളവരോട് പറഞ്ഞു, ഹിന്ദുക്കൾക്ക് മിഷണറിമാരില്ല, ഹിന്ദുക്കൾക്ക് മൗലവിമാരില്ല മുസ്ലിങ്ങളെ പോലെ. നമ്മൾ തന്നെ മിഷണറിമാരായിട്ട് നമ്മുടെ ധർമ്മം പഠിച്ച് പ്രചരിപ്പിക്കാൻ ശ്രമിക്കണം. വാദിക്കാനും ജയിക്കാനും ശ്രമിക്കരുത്, അറിയാനും അറിയിക്കാനും ശ്രമിക്കണം എന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം 2:30 തൊട്ട് 4:30 വരെ പ്രിന്റഡ് നോട്ട്, നമ്മുടെ പൈതൃകത്തെക്കുറിച്ചുള്ള പ്രിന്റഡ് നോട്ട് കയ്യിൽ കൊടുത്ത് അത് വായിപ്പിച്ചിട്ട് 20 പോയിന്റ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അത് പെട്ടെന്ന് തീരുമാനിച്ച ഒരു പരിപാടിയായിരുന്നു. എന്നിട്ട് പോലും 500 പേര്
ആ ക്ലാസ്സിൽ പങ്കെടുത്തു. അതേ ക്ഷേത്രത്തിൽ വൈകുന്നേരം ക്ഷേത്രവും ശാസ്ത്രവും എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് ഉണ്ടായി. ഞങ്ങളുടെ കണക്കനുസരിച്ചിട്ട് ഒരു 10,000-12,000 13,000 പേര് പങ്കെടുത്തിരുന്നു. ഓരിച്ചൊരിയുന്ന മഴയുടെ ജംഗ്ഷനിലായിരുന്നു നിൽക്കുന്നത്. അതിശക്തമായ ഇടിമിന്നലും ഇടിവെട്ടും മഴക്കാറും എല്ലാം ഉണ്ടായിട്ടും ഒരു 5-6 തുള്ളി മഴ മാത്രമേ പെയ്തുള്ളൂ. അതൊന്നും വകവയ്ക്കാതെ മെയിൻ റോഡിൽ നിന്ന് ഏതാണ്ട് 4-5 കിലോമീറ്റർ ഉള്ളിലേക്കായിട്ടുള്ള ആ ക്ഷേത്രത്തില് 12,000-13,000 പേര് പ്രഭാഷണവും അതിനുശേഷം ക്ഷേത്ര കലകൾ കാണാനും. പക്ഷെ ഈ പ്രഭാഷണത്തിന് വളരെ മുമ്പ് തന്നെ അവരവിടെ വന്നിരുന്നു. അപ്പൊ അന്നദാനം ഇല്ലായിരുന്നു. ക്ഷേത്ര കലകൾ കാണാൻ മാത്രമാണെങ്കിൽ ആ സമയത്ത് വന്നാൽ മതി. ആ 1.5 മണിക്കൂർ പ്രഭാഷണം കേട്ടവരെല്ലാം അവര് പറഞ്ഞു, സാറേ, ഈ അമ്പലപ്പറമ്പിൽ ഇരിക്കുന്നതിൽ 95% CPM-കാരാ. ക്ഷേത്ര ഭാരവാഹികളില് ഏതാണ്ട് 12 പേരിൽ 11 പേര് CPM-കാരാ. ഒരാൾ RSS-കാരന. ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്നു കിടന്ന ക്ഷേത്രത്തില് കോടികൾ മുടക്കിയിട്ടാണ് നല്ല രീതിയിൽ ആഡംബരമില്ലാതെ ആ അമ്പലം നവീകരിക്കുകയും പുനഃപ്രതിഷ്ഠ ചെയ്യുകയും ചെയ്തത്. എല്ലാം മാർക്സിസ്റ്റുകാരുടെ കോർപ്പറേഷനാണ്. അതിനേക്കാൾ അത്ഭുതം തോന്നിയത് ഡസൻ കണക്കിന് കാറുകളില് ആ പ്രദേശത്തുള്ള മുസ്ലിങ്ങൾ ഈ അമ്പലത്തിൽ വന്ന് തൊഴുതു പോകുന്നുണ്ടായിരുന്നു. അവർ പറയേണ്ട ഏതാണ്ട് 15 ലക്ഷം രൂപ ക്രിസ്ത്യാനികളുടെ കോൺട്രിബ്യൂഷനാണെന്ന്. നേരിട്ട് 15 ലക്ഷം എന്ന് പറയാൻ കാരണം 10,000-ഉം 15,000 രൂപയുടെ ആകത്തുകയാണ് 15 ലക്ഷം. ചെറിയ എമൗണ്ട് കൊടുത്തവർ വേറെ പലരും ഉണ്ടെന്ന് പറയേണ്ടായി. അപ്പോ ആ ക്ഷേത്രത്തിൽ ഒരു ഫുൾ ഡേ ക്ലാസ് ഉണ്ടായിരുന്നു. അതിനുശേഷം അടുത്ത ദിവസം വർക്കിംഗ് ഡേ ആയിരുന്നു. രാവിലെ നല്ല കോർഡിനേറ്റേഴ്സിന്റെ മീറ്റിംഗ് ആയിരുന്നു. മറ്റ് ക്ഷേത്രങ്ങളൊക്കെ ക്ലീൻ ആൻഡ് നീറ്റ് ആക്കണം എങ്ങനെയാണെന്നുള്ളതും അതിന് ശരിക്കും പ്രിന്റഡ് നോട്ട് കയ്യിൽ കൊടുത്തിട്ടുള്ള ക്ലാസ് ആയിരുന്നു. 2.5 മണിക്കൂർ. ഒരു അഭൂതപൂർവമായ റിസപ്ഷനാണ് കിട്ടിയത്. അന്ന് വൈകുന്നേരം ക്ലാസ് ഉണ്ടായിരുന്നു, രാത്രി ക്ലാസ് ഉണ്ടായിരുന്നു, പിറ്റേ ദിവസം ഉണ്ടായിരുന്നു. എല്ലാം കാഞ്ഞങ്ങാടിനും നമ്മളുടെ കണ്ണൂരിനും ഇടയ്ക്ക് നടന്ന പ്രഭാഷണങ്ങളെല്ലാം കേരളം എങ്ങനെ മാറുന്നു, കൊടികുത്തി വാണ രക്തപതാക എങ്ങനെ താഴുന്നു, അവർ കമ്മ്യൂണിസ്റ്റുകാരായി തന്നെ തുടരുന്നുണ്ടാവാം, എങ്കിലും അവരുടെ മനസ്സിൽ ഉണ്ടാവുന്ന അടിമുടി മാറ്റവും നമ്മുടെ പൈതൃകത്തോടുള്ള ബഹുമാനവും വിവരണാതീതമായിട്ടുള്ള രീതിയിൽ കാണാൻ സാധിച്ചു. എല്ലാവർക്കും നമ്മുടെ പൈതൃകം പഠിക്കണം. ആർക്കും പൈതൃകത്തോട് ഒരു പുച്ഛവുമില്ല. മാത്രമല്ല, ഒരു ശാസ്താംപാറ അമ്പലത്തില് ഞാൻ ഈ സമൂഹത്തിലുണ്ടാവുന്ന മാറ്റം സൂചിപ്പിക്കാനായിട്ട് KR ഗൗരിയമ്മ ഭാഗവതവും ഭഗവത്ഗീതയും പഠിക്കണമെന്ന് DYFI-കാരോട് പറഞ്ഞതും ശ്രീ അച്യുതാനന്ദൻ കുട്ടികളെ എഴുത്തിനിരുത്തിയതും ശ്രീ പിണറായി വിജയൻ സാറിന്റെ മക്കള് ദേവി മഹാത്മ്യവും ലളിതാ സഹസ്രനാമവും പഠിക്കുന്നതും ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ സാറിന്റെ മകൻ ചോറ്റാനിക്കരയിൽ അന്നദാനത്തിന് വഴിപാട് കൊടുക്കുന്നതും ശ്രീ EK നായനാറിന്റെ ഭാര്യയും മകനും എല്ലാ മാസവും ഗുരുവായൂരിലേക്ക് വരുന്നതും ഇതെല്ലാം എടുത്തെടുത്ത് തന്നെ പറഞ്ഞു. എന്താണ് റിയാക്ഷൻ എന്ന് അറിയാമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തു പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതെയാകുമെന്ന് പ്രചരിപ്പിച്ചവർ തന്നെ ഈ അമ്പലം നവീകരിക്കുന്ന കമ്മിറ്റിയിലുണ്ടെന്ന് മാത്രമല്ല, ഹോൾ ഹാർട്ടഡ് ആയിട്ട് അതിന് പ്രവർത്തിക്കുന്നെന്ന് മാത്രമല്ല, ആ പ്രവൃത്തിയിൽ പാർട്ടി വളർത്തുക എന്ന ഒരു ദുരുദ്ദേശവും സതുദ്ദേശവും ഒന്നും ഇല്ലെന്ന് മാത്രമല്ല, ആ ക്ഷേത്രം ഭക്തജനങ്ങൾക്ക് നന്മ നിറഞ്ഞ രീതിയിൽ തുറന്നു കൊടുക്കണം, നല്ല രീതിയിൽ അവതരിപ്പിക്കണം എന്ന സതുദ്ദേശത്തോടു കൂടി മാത്രം ഇവരെല്ലാം പ്രവർത്തിക്കുന്നതിന് സപ്പോർട്ടായിട്ട് അവരുടെ നേതാക്കന്മാരിൽ ഉണ്ടാകുന്ന മാറ്റം ഞാൻ വിവരിച്ചു കൊടുത്തു. 1-2 പേര് സംഘാടകരെ വിളിച്ചു പറഞ്ഞു, എന്തിനാ മാർക്സിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് മാത്രം ഗോപാലകൃഷ്ണൻ പറഞ്ഞത് എന്ന്. വൈകുന്നേരത്തെ മീറ്റിംഗിൽ ഞാൻ അതിന് മറുപടി കൊടുത്തു. നന്മ നിറഞ്ഞ കാര്യങ്ങൾ അതുവരെ ചെയ്യാത്തവര് ചെയ്യുമ്പോൾ അത് അഭിമാനത്തോടുകൂടി പറഞ്ഞാൽ എന്താ കുഴപ്പം? അത് അവഹേളിക്കാനല്ലെന്ന് ഞാൻ പറയുകയുണ്ടായി. ആരെങ്കിലും കളിയാക്കാനോ ഇടിച്ചു താഴ്ത്താനോ ഒന്നുമല്ലെന്ന് വിവരിക്കുകയുണ്ടായി.
നന്മ നിറഞ്ഞതാണെന്ന് പറയുന്നതിൽ എന്തിനാ ഭയപ്പെടുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടായി. എല്ലാവരും സ്വീകരിച്ചെന്ന് മാത്രമല്ല, വലിയൊരു സമൂഹം എന്ന് പറയേണ്ടായി. ഞങ്ങൾ ഈ ഡാൻസും ക്ഷേത്രകലകളും അല്ല ഇപ്പൊ കാണാമെന്ന്, സാറിന്റെ പ്രഭാഷണം കേൾക്കാൻ വന്നതാ, അതൊരു 2 മണിക്കൂർ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നന്നാവുമായിരുന്നു എന്ന് പറയേണ്ടായി. ഏതായാലും കേരളത്തില് മറ്റ് ജില്ലകളിൽ നിന്ന് തുടക്കത്തിൽ ലഭിച്ചതിനേക്കാൾ 100 ഇരട്ടി റിസപ്ഷനാണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ലഭിച്ചതെന്ന് അഭിമാനത്തോടുകൂടി പറയുന്നു. അതിനുശേഷം മംഗലാപുരത്തായിരുന്നു, 2 കോളേജിൽ പോയിരുന്നു. ആ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് നമ്മൾ സയന്റിഫിക് ഹെറിറ്റേജ് പറഞ്ഞു കൊടുത്തു, ഇംഗ്ലീഷില് മാനേജ്മെന്റ് പറഞ്ഞു കൊടുത്തു, വേദിക് മാനേജ്മെന്റ്. വൈകുന്നേരം അതിപ്രശസ്തമായ രീതിയിൽ 1200ഓളം ശരിക്ക് ഇന്റലക്ച്വൽ ക്ലാസ് പങ്കെടുക്കുന്ന നല്ലൊരു ഗ്രൂപ്പിന് 1 മണിക്കൂർ 10 മിനിറ്റ് വേദിക് മാനേജ്മെന്റ് പറഞ്ഞു കൊടുത്തു. അപ്പോ ഒരു അസാധാരണ റിസപ്ഷനാണ് കിട്ടിയത്. മംഗലാപുരത്ത് ചെന്നപ്പോഴത്തേക്കും ധാരാളം ടെലിഫോൺ പോസ്റ്റുകളിൽ എൻ്റെ ഫ്ലക്സ് വെച്ചിരുന്നു, ധാരാളം ഫ്ലക്സ്. അത് മാത്രമല്ല ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല മംഗലാപുരത്തെ എല്ലാ പത്രങ്ങളും ഫ്രണ്ട് പേജിൽ വാർത്ത കൊടുത്തു എന്ന് ഞാനിവിടെ വന്നതിന് ശേഷം അറിഞ്ഞു. ശരിക്ക് എന്താ പറയുക, അവാച്യമായിട്ടുള്ള ഒരു റിസപ്ഷൻ. ഗോപാലകൃഷ്ണനല്ല, ഈ ഭാരതത്തിന്റെ പൈതൃകത്തിന് കർണാടകത്തിന്റെ തുടക്കത്തില് മംഗലാപുരത്ത് കാണേണ്ടായി. കുറേശ്ശെ സ്പീച്ചിനിടയ്ക്ക് എൻ്റെ മാതൃഭാഷയായ തുളുവിൽ ഞാൻ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അവർക്ക് അത്ഭുതം തോന്നിയിരുന്നു. ധാരാളം ഹിന്ദിയും കലർത്തിയിരുന്നു, ഇംഗ്ലീഷും ഹിന്ദിയും കുറച്ച് തുളുവും കലർത്തി എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. അവർക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടല്ല, ഒരു രസത്തിന്. അത്ഭുതകരമായിട്ടുള്ള പ്രതികരണം. ആ പ്രതികരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ കാരണം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് തുടങ്ങിയിട്ട് 15 വർഷം പൂർത്തിയാകാൻ പോകുന്നു. ആ 15 വർഷത്തിനുള്ളിൽ ലോകമെമ്പാടുമുള്ള ഭാരതീയർക്ക് നമ്മുടെ പൈതൃകം ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ CD-കളായും പെൻഡ്രൈവുകളായും പുസ്തകങ്ങളായും ഇതുപോലെയുള്ള പ്രഭാഷണങ്ങളായും ഒക്കെ സമർപ്പിക്കുമ്പോൾ എന്ത് ഭംഗിയായിട്ടാണ് അവരത് സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ വർഷം മുതൽക്ക് ഒരു പുതിയ പരിപാടി കൂടി ആവിഷ്കരിക്കണം. നേരത്തെ ട്രയൽ റൺ നടത്തിയതാണ്. നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് ഏത് വിഷയത്തില്, ഇഷ്ടമുള്ള വിഷയത്തില്, വേദത്തിലോ പൂജാകർമ്മങ്ങളിലോ ഉപനിഷത്തുകളിലോ വേദാംഗങ്ങളിലോ ഗൃഹ്യശാസ്ത്രത്തിലോ ശ്രൗതശാസ്ത്രത്തിലോ യാഗകർമ്മങ്ങളിലോ യോഗയിലോ പുരാണങ്ങളിലോ മഹാഭാരതത്തിലോ അല്ലെങ്കിൽ ആദികാവ്യമായ രാമായണത്തിലോ ദർശനങ്ങളിലോ ഏത് വിഷയത്തിലായാലും, അതുപോലെ തന്നെ ശാസ്ത്ര പൈതൃകത്തിന് ഗണിതശാസ്ത്രം, ജ്യോതിശാസ്ത്ര പൈതൃകം, ഏത് ഭാരതീയ വിഷയങ്ങളിലാണെങ്കിലും അതില് സർട്ടിഫിക്കറ്റ് കോഴ്സും ഡിപ്ലോമ കോഴ്സും ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്താൻ തീരുമാനിക്കുകയാണ്. നേരത്തെ ട്രയൽ നടത്തിയിരുന്നു. ഏത് വിഷയത്തിലാണോ ഒരു വ്യക്തിക്ക് താല്പര്യമുള്ളത് ആ വിഷയം സ്വയം പഠിച്ച് യൂട്യൂബിൽ പഠിക്കാനുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുസ്തകങ്ങൾ കുറേയുണ്ട്. ഇഷ്ടമുള്ള മാതിരി ആരുടെ കീഴിൽ വേണമെങ്കിൽ പഠിക്കാം. പഠിച്ച് സംഗീതവും നൃത്തവും ഒഴികെയുള്ള വിഷയങ്ങളിൽ, അല്ലെങ്കിൽ കരാട്ടെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒഴികെ ബാക്കിയുള്ളതിൽ ഒരു തീസീസ് 100-500 പോയിന്റുകളുള്ള ഒരു തീസീസ് സമർപ്പിച്ചാൽ അത് വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ളവര് അത് ഇവാലുവേറ്റ് ചെയ്ത് മാർക്ക് കൊടുത്ത് സർട്ടിഫിക്കറ്റിന് യോഗ്യതയുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്നുള്ള രീതിയിൽ, ഡിപ്ലോമയ്ക്ക് യോഗ്യതയുണ്ടെങ്കിൽ ഡിപ്ലോമ എന്ന കോഴ്സിന്റെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ എംബ്ലവും പേരും വെച്ചിട്ട് നൽകുന്നുണ്ടാവും. ഏത് വിഷയങ്ങളായാലും. ഇനി ഭാരതം മുഴുവനും അത് സ്വീകരിക്കുന്ന ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. വേദിക് മാത്തമാറ്റിക്സ് ആണെങ്കിൽ വേദിക് മാത്തമാറ്റിക്സ്, സാൻസ്ക്രിറ്റ് ബേസ്ഡ് മാത്തമാറ്റിക്സ് ആണെങ്കിൽ അങ്ങനെ. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഉടനെ പറയുന്നുണ്ടാവും. അതിനുള്ള സമയമായി അറിയിക്കാനാണ് കേരളത്തിനകത്തും പുറത്തും നമ്മുടെ പൈതൃകം
അതിഗംഭീരമായിട്ട് സ്വീകരിക്കുന്ന ഒരു കാലഘട്ടം. ജൂൺ മാസത്തിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ആഴ്ച ബാംഗ്ലൂർ പരിപാടിയുണ്ട്. അവിടെ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കണം എന്നുള്ളവർക്ക് ബന്ധപ്പെടാം. അത് കഴിഞ്ഞ് ഉടനെ തന്നെ മൂന്നാമത്തെ ആഴ്ച ഭോപ്പാലിലുണ്ട്. അവിടെ ലെക്ചർ പ്രോഗ്രാം സംഘടിപ്പിക്കണം എന്നുള്ളവർക്കും ബന്ധപ്പെടാം. കേരളവും കേരളത്തിന് പുറത്തും നമ്മുടെ പൈതൃകം അതിഗംഭീരമായിട്ട് സ്വീകരിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. പ്രണാമം, നമസ്കാരം.